ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ DeepSeek R1 എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇല്ലാതാക്കിയത് $1.2 ട്രില്യൺ ആണ്, ഏകദേശം 83 ലക്ഷം കോടിയോളം രൂപ. ഇനി എന്താണ് DeepSeek എന്ന് നമുക്ക് നോക്കാം. DeepSeekനെ വേണമെങ്കിൽ നമുക്കൊരു ChatGPT കില്ലർ എന്ന് വിളിക്കാം. ChatGPTനെ മാത്രമല്ല ഗൂഗിളിനും അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിനും NVIDIAയ്ക്കും വരെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ടാണ് ഈ ആപ്ലിക്കേഷന്റെ വരവ്. ഇനി എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഒരു കോമ്പറ്റേറ്റർ എന്ന് നോക്കാം. ChatGPT ഉണ്ടാക്കാൻ എടുത്തതിന്റെ 4% മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയത്, ഏകദേശം $6 മില്യൺ. അത് മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 2 മാസത്തിലാണ് ഈ ആപ്ലിക്കേഷൻ അവർ ലോഞ്ച് ചെയ്തത്, അതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. നോക്കുകയാണെങ്കിൽ ഇന്ന് വേൾഡിലെ തന്നെ എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജികളും റൺ ചെയ്യുന്നത് NVIDIA GPUസിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വേൾഡിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കമ്പനിയായിട്ട് NVIDIA മാറിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡൗൺഫാൾ നേരിട്ടതും NVIDIA ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീസൺ വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ ആപ്പിൾ ആയിക്കോട്ടെ, OpenAI ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് NVIDIA GPUs ആണ്, അല്ലാതെ വേൾഡിൽ ഇന്നൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഇല്ല. അത് മാത്രമല്ല 2022 ChatGPT ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന NVIDIA GPU എന്ന് പറയുന്നത് A100 അതേപോലെ തന്നെ H100 എന്ന് പറഞ്ഞ ഹൈ കോമ്പ്യൂട്ടേഷണൽ പവേഴ്സ് ഉള്ള GPUs ആണ്. പക്ഷെ അന്ന് അമേരിക്ക ചെയ്ത ഒരു കാര്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? അമേരിക്ക ഈ പറഞ്ഞ ചിപ്പുകൾ ചൈനയിൽ വിൽക്കുന്നതിൽ നിന്നും NVIDIAനെ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. പക്ഷെ അവർക്ക് NVIDIA കൊടുത്തത് അതിലും ലെസ് പെർഫോമൻസ് ആയിട്ടുള്ള H800 പോലുള്ള ലെസ് പെർഫോമിംഗ് GPU ആണ്. പക്ഷെ ചൈന ഇവിടെ സ്വീകരിച്ച ഒരു മെത്തേഡ് ഉണ്ട്. അവർ ഏറ്റവും ലെസ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് AMDയുടെ GPUസും അതേപോലെ തന്നെ ഈ ലോ പെർഫോമൻസ് ആയിട്ടുള്ള NVIDIAയുടെ GPUs ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ലെസ് റിസോഴ്സസിലാണ് ഇവർ ഇതെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അന്ന് അമേരിക്ക ചെയ്ത കാര്യത്തിനുള്ള തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറഞ്ഞു വെക്കാം. ഇന്ന് വേൾഡിൽ അമേരിക്കയ്ക്ക് ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അമേരിക്കൻ ഡോമിനൻസ് ആയിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ വേൾഡിലേക്ക് ഒരു പുതിയ കോമ്പറ്റേറ്റർ ആയിട്ട് ചൈന വന്നിരിക്കുകയാണ്. അതും ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് അവർ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആർക്കും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ChatGPTയോ ഗൂഗിൾ ജെമിനിയോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ചാർജ് കൊടുക്കണം. അത് ഏകദേശം $200 മേളിലാണ് വരുന്നത്. ഒരു മിഡ് ലെവലിലോ അല്ലെങ്കിൽ സ്മോൾ ലെവൽ ബിസിനസ്സിന് ഒരിക്കലും അഫോർഡബിൾ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻസിലാണ് ഇന്ന് ചൈനയുടെ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിന്റെ അകത്ത് ക്വാളിറ്റിയുടെ ഒരു കുറവുമില്ല, ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെയാണ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് ChatGPTയുടെ പെയ്ഡ് വേർഷനോളം തന്നെ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കുകയും അതേപോലെ തന്നെ ഗൂഗിളിന്റെ ജെമിനി, ക്ലോഡി ഈ പറഞ്ഞ മോഡലുകളെക്കാളും ബെറ്റർ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ബേസിക് ആയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. DeepSeek എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവുക, നിങ്ങളുടെ ഇമെയിലോ ഫോൺ നമ്പറോ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ജസ്റ്റ് സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഇത് വളരെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മലയാളം പോലുള്ള ലാംഗ്വേജ് വരെ വളരെ ഈസി ആയിട്ട് ഈ ലാംഗ്വേജ് മോഡൽ കൈകാര്യം ചെയ്യുന്നു. എങ്ങനെ ഈ പറഞ്ഞ ലെസ് റിസോഴ്സ് വെച്ചിട്ട് ഇത്രയും വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ഡൗൺ ആയിരിക്കുന്നത്. കാരണം നമുക്ക് ഇത്രയും ഹൈ കമ്പ്യൂട്ടേഷണൽ പവർ ഉള്ള GPUs വേണമെന്ന് പറഞ്ഞ നിലയിൽ നിന്ന് ലെസ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ചൈന ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് NVIDIAയ്ക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഏകദേശം $600 മില്യൺ ആണ്. ബട്ട് സ്റ്റിൽ അതിനായിട്ടുള്ള റീസൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് 7 ദിവസം ആകുന്നതിന് മുന്നേ അമേരിക്കയിൽ ആപ്പ് സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനായിട്ട് DeepSeek മാറിയിരിക്കുന്നു. അതും ChatGPTയേക്കാളും കൂടുതലായിട്ടാണ് ഇവരുടെ ഡൗൺലോഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഏതൊരാൾക്കും ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിനെയും കോസ്റ്റിനെയും ഒക്കെ ഈ പറഞ്ഞ ടെക്നോളജിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ലോകത്തിലുള്ള ആർക്കും ഈ പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞ 3-4 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു അമേരിക്കൻ ഡോമിനൻസ് ആയിരുന്നു നമ്മൾ കണ്ടുവന്നിരുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ChatGPT ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ശേഷം പക്ഷെ സ്റ്റിൽ അതിന്റെ ഓൺ ഗോയിങ് പ്രോസസ്സിലേക്ക് അവർ ഡിസൈഡ് ചെയ്യുകയായിരുന്നു അത് പ്രോഫിറ്റ് ബേസ്ഡ് ആക്കി മാറ്റണം എന്നൊക്കെ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇലോൺ മാസ്ക് OpenAIയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ടെക്നോളജി ഇന്ന് വേൾഡിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല ജോബുകളും ഇല്ലാതാകും, പുതിയ ജോബുകൾ ക്രിയേറ്റ് ആകും. അപ്പോൾ അത് ഏതാനും ഒരു കൺട്രിയുടെ കയ്യിലോ ഏതാനും ആൾക്കാരുടെ കയ്യിലേക്ക് മാത്രമായി ഒതുങ്ങുന്നത് അത് വേൾഡിന് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ ChatGPT. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സോ സപ്പോർട്ട് ഓപ്പൺ സോഴ്സ് പ്രോജക്ട്. നിങ്ങൾക്ക്
അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും വർക്ക് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഓപ്പൺ സോഴ്സ് എന്താണെന്നുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ആൻഡ്രോയിഡ് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ആണ്, വിച്ച് മീൻസ് ഐഫോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഒരു കമ്പനി മാത്രമാണ് ഇറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൽ പല കമ്പനിയിൽ നിന്ന് പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട്. വിച്ച് മീൻസ് ആൾക്കാർക്ക് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ ഹാർഡ്വെയർസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇത്രത്തോളം പ്രചാരം ആൻഡ്രോയിഡിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും എല്ലാം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ്. അതേപോലെയാണ് ഈ ഓപ്പൺ സോഴ്സ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആയിരിക്കണം, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറണം, എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. ഇത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഇതേപോലുള്ള ടെക്നോളജികൾ എന്തൊക്കെയാണെന്ന് നോക്കിയിരിക്കുക. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴോ ഒരു കാര്യം പഠിക്കുമ്പോഴോ അത് ചിലപ്പോൾ നാളെ ഈ പറഞ്ഞ ടെക്നോളജികൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കീപ് ഐ ഓൺ ഓൾ ദീസ് പ്രോജക്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമല്ല, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ന്യൂറോ ലിങ്ക്, അതേപോലെ ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. ഇനിയുള്ള 3-4 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ടെക്നോളജികളെല്ലാം വളരെ എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഷിഫ്റ്റ് നമ്മുടെ ജോബിലും കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പല ജോബുകളും, ട്രാൻസ്പോർട്ടേഷൻ, എല്ലാത്തിലും ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ ജോബുകളും ക്രിയേറ്റ് ആകും. അപ്പോൾ ഈ പുതിയ ജോബുകൾ ക്രിയേറ്റ് ആകുന്ന സമയത്ത് പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഉള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യുക, അതിനെ ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.